രാവിലെ ആടുജീവിതം മൂവി കണ്ട് അതിൻ്റെ റിവ്യൂ ആയിട്ടുണ്ടായിരുന്നു. ഒരു കിളി പോയ അവസ്ഥയായിരുന്നു എനിക്ക് സിനിമ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമയെക്കുറിച്ച് എത്ര പറഞ്ഞിട്ടും എനിക്ക് റിവ്യൂവിൽ തീരുന്നുണ്ടായിരുന്നില്ല. അല്ല സ്നേഹം 10-18 മിനിറ്റ് ഞാൻ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ആ സിനിമയുടെ ഒരു വണ്ടർ വേൾഡിൽ നിന്ന് വരാൻ പറ്റുന്നില്ല. അതിങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കറിയില്ല എത്ര പേർക്ക് ആ ഫീലിംഗ് ഉണ്ടെന്നില്ല. അത് എ റഹ്മാൻ മ്യൂസിക്കും പൃഥ്വിരാജിൻ്റെ അഭിനയവും ബ്ലസ്സിൻ്റെ ഡയറക്ഷനും എല്ലാം കൊണ്ടും സിനിമാറ്റോഗ്രാഫിയും എല്ലാം കൊണ്ടും ഉണ്ടല്ലോ. പിന്നെ നജീബ് എന്ന് പറഞ്ഞ വ്യക്തി അനുഭവിച്ച ആ ഒരു പെയിൻ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ നമുക്ക് ഡെലിവർ ചെയ്തത്, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും എന്നെ സാറ്റിസ്ഫൈ ചെയ്ത കാര്യം. ഭയങ്കരമാണ് എനിക്കത്. അത് സ്നേഹ പേടിച്ചിട്ട് പടം കാണും. കാരണം സ്നേഹയ്ക്ക് അത് കാണാൻ വയ്യാന്ന് പറയുന്നത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഞാനിത് ഹോണസ്റ്റ്ലി പറയുകയാണ്. ഞാൻ ഇതുവരെയായിട്ട് നജീബ് എന്ന് പറഞ്ഞ റിയൽ നജീബ്, ആടുജീവിതം ആരതാണോ ആ വ്യക്തിയുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഇൻ്റർവ്യൂ, ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ കാണാതെ ഇരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിലൂടെ ഈ നജീബിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടേണ്ടിയിരുന്നു, സിനിമ എക്സ്പീരിയൻസ് കിട്ടേണ്ടിയിരുന്നു. അതിനുശേഷം ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല. നജീബ് എന്ന് പറഞ്ഞ വ്യക്തി ഇൻ്റർവ്യൂവിൽ ആ ജീവിതത്തിനെ കുറിച്ച് പറയുന്നത് അതിനുശേഷം കേൾക്കാമെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോയത്. ഇന്നിപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം ഞാൻ കുറേ നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് ആരൊക്കെ പോയി ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടോ അതിലൊക്കെ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തെ അനുഭവിച്ച ആ ഒരു പെയിൻ അത് പറയുമ്പോൾ അത് വേറൊരു ഫീലിംഗ്. അത് എത്ര പേർക്ക് അറിയില്ല, എനിക്കറിയില്ല. എനിക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഇഷ്ടം. അതായത് നജീബിൻ്റെ ആ ഒരു ലൈക്ക് എന്താ പറയുക, റിയൽ പെയിൻ ആദ്യം കേട്ടിട്ട് പിന്നെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ അത് അഭിനയിക്കുമ്പോൾ എനിക്കറിയില്ല, എനിക്കിതാണ്. അതായത് പൃഥ്വിരാജിൻ്റെ അഭിനയം എനിക്ക് ഇദ്ദേഹം ഇപ്പോൾ പറയുമ്പോൾ, ഇപ്പോഴാണ് ഞാൻ ഇത് കേൾക്കുന്നത്, ഇപ്പം എനിക്ക് അഭിനയിച്ച് വെച്ച സാധനമൊക്കെ പെട്ടെന്ന് കണക്റ്റ് ആവണം. ആൻഡ് ഇന്ന് ഞാനൊരു കാര്യം കേട്ടു. ഈ നജീബ് എന്ന് പറഞ്ഞ വ്യക്തി സിനിമ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ദ റിയൽ ഗോഡ് ലൈഫ് മനുഷ്യൻ. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. പഴയ ഓർമ്മക്കാരാച്ചിരുന്നപ്പോൾ ഞാൻ കരയുമായിരുന്നിരുന്നു ഇത് കണ്ടുകൊണ്ട്. കാരണം ഞാൻ അതേ അവിടെ വെച്ച അതേ കാര്യങ്ങളാണ് അപ്പോൾ ഈ പൃഥ്വിരാജ് സാരിപ്പോൾ കാണിച്ചതല്ല. പൃഥ്വിരാജ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിന് മുന്നേ ചേട്ടനായിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമ ഇറങ്ങിയപ്പോൾ ചേട്ടനായിട്ട് തന്നെ തോന്നി. ബ്ലസ്സി സാറിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ബ്ലസ്സി സാർ അതുപോലെ പറഞ്ഞു കൊടുത്തെല്ലാം അഭിനയിച്ചല്ലേ. ലാസ്റ്റ് കണ്ടത് കണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ എന്നിട്ട് ഇത് വന്ന് ചോദിച്ചായിരുന്നു ഇതുപോലെ ഞാനിങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് അഭിനയിച്ചത്, കറക്റ്റാണോ അങ്ങനെയൊക്കെ ചോദിച്ച് എല്ലാം മനസ്സിലാക്കിയത്. ഞാണ്ടല്ലോ തരിച്ചുപോയി. അതായത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ ഈ സിനിമയിൽ ഈ നജീബിൻ്റെ കഥാപാത്രം ചെയ്യുമ്പോൾ നജീബിനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. നജീബ് ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് പറഞ്ഞു കൊടുത്ത കാര്യം ബ്ലസ്സി പൃഥ്വിരാജിന് പറഞ്ഞു കൊടുത്തത് വെച്ചിട്ടാണ് അദ്ദേഹം അഭിനയിച്ച് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിൽ ഇദ്ദേഹം റിയൽ ഇൻസിഡൻസ് പറയുന്നതും പൃഥ്വിരാജ് ആ സ്ക്രീനിൽ അഭിനയിച്ചതൊക്കെ നോക്കുമ്പോണ്ടല്ലോ, അതായത് പലരും എന്താ ചെയ്യുക, ഒരു റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റിയൽ സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ആ റിയൽ ഇൻസിഡൻറ്റ് കണ്ടതോ അനുഭവിച്ചതോ ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു വേണം. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ റിയൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ അടുത്ത് പോയിട്ടും ഇരുന്നും അവർ ഫുൾ ഓൺ സംസാരിച്ചിട്ടാണ് ആ പ്രൊജക്റ്റൊക്കെ ഓണായത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നജീബ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ സിനിമ അഭിനയിച്ച് തീർത്തത് വരെ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടൻ കണ്ടിട്ടില്ല. എല്ലാം ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. പൃഥ്വിരാജ് മേ ബി ബുക്ക് വായിക്കും, മേ ബി എല്ലാം വായിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി വായിച്ചിട്ടുണ്ടാവും. പക്ഷെ ബുക്ക് വായിച്ചതിൽ നിന്നും ഡയറക്ടർ പറഞ്ഞതിൽ നിന്നും നജീബിന് ഇത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ട് ഈ മനുഷ്യനെ അവതരിപ്പിച്ച് നമ്മളെ മുന്നിൽ എത്തിച്ച് നമ്മളെയൊക്കെ വേറെ ലോകത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പൃഥ്വിരാജ് ഈസ് ഇലുമിനാറ്റി എന്ന് തന്നെ പറയാനായിട്ട്. അല്ലാതെ എന്ത് പറയാൻ, ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. നജീബിനെ കണ്ടിട്ടില്ല, നജീബിനോട് ചോദിച്ചിട്ടുമില്ല നീ മനുഷ്യനോട്, പിന്നെ എങ്ങനെ സാധിച്ചു? ഞാൻ അവിടെയാണ് ഞാൻ വണ്ടറടിക്കുന്നത്. ഇനി ഈ റിയൽ ഗോഡ് ലൈഫുള്ള നജീബ് എന്ന് പറഞ്ഞ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ആ സ്ട്രഗിള് പറയുന്നുണ്ട്. ഓക്കെ, ആ സ്ട്രഗിള് എന്താണെങ്കിലും ഈ ഒരു മനുഷ്യനെ പറയാതെ ഇനി ഈ ഒരു ദിവസം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഇത്രയും ദിവസം ഈ ഒരു ഇൻ്റർവ്യൂ കാണാതിരുന്നതും ഇദ്ദേഹം കൊടുത്ത ഒരു ഇൻ്റർവ്യൂസും കാണാതിരുന്നത് ഇദ്ദേഹം ഈ പറയുന്ന സ്ട്രഗിളുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന കഥയോ ഞാൻ കേൾക്കേണ്ടതെന്ന് വെച്ചിട്ട് എനിക്ക് സിനിമ കാണണമെന്ന് വെച്ചിട്ടായിരുന്നു. സിനിമ കണ്ടതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം ഇദ്ദേഹത്തിനെ എന്താ പറയുക
എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റൂ, ഈ വ്യക്തി എന്താണോ, അല്ലെങ്കിൽ നജീബ് എന്താണോ, നജീബ് ഇങ്ങനെ അതെന്താന്നൊക്കെ സിനിമയിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനും ബ്ലെസ്സിങ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ വായന തന്നെ വരുമ്പോൾ ദാറ്റ് ഈസ് അനദർ. നമുക്കൊന്നും ഊഹിക്കാൻ പറ്റില്ലേ. നമ്മളൊക്കെ അൾട്രാ ലക്ഷറി ലൈഫാണ് ഇവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആടായിരുന്നു. ഇഷ്ടപ്പെട്ട ഒരാടായിരുന്നു. ആ പേര് ഇക്കാണ് ഇട്ടത്. അതെ, നബീൽ. നബീൽ, അമ്മണി, മണിക്കുട്ടി, അങ്ങനെ തങ്കച്ചി, അങ്ങനെ ഓരോരുത്തർ പേരിട്ട് ബാടാ മോനെ, അങ്ങനെ മോനെ, ഇങ്ങനെ മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് തടയൊക്കെ ഓരോ ദിവസം ഇങ്ങനെ തീറ്റ കൊടുത്ത് കഴിഞ്ഞിട്ട് അതിനെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ച് കുറച്ച് നേരം മടിയിലെത്തിക്കൊണ്ടിരിക്കും. അപ്പം പാല് കറക്കാനും പറഞ്ഞ് ഞാൻ ഇതുവരെ കറന്നിട്ട് പോയില്ല. അപ്പം എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. ഞാനിങ്ങനെ ഞെക്കിയൊക്കെ നോക്കുമ്പോഴൊന്നും പാല് വരുന്നില്ല. അപ്പോൾ ഇവൻ ആദ്യമൊക്കെ ഇങ്ങനെ മുറുമുറുപ്പൊക്കെ, രണ്ടാമത്തെ ദിവസം ഒന്നും കേട്ടും വരുന്നില്ല. അപ്പോൾ തലയ്ക്ക് തട്ട് കെട്ടി. തലക്കിട്ട് അടിക്കണം. വടി വെച്ചാണ് കൈ വെച്ചിട്ടാണ്? കൈ വെച്ച് തലയ്ക്ക് തട്ട്. പിന്നെ നമ്മളത് കരയാനല്ലേ പറ്റത്തുള്ളൂ. കരയുമ്പോൾ ദേഷ്യം കൂടുവാൻ. കരയുമ്പോൾ ദേഷ്യം കൂടും. നമ്മുടെ മനസ്സിൽ കരയുക, ഉള്ളി കരയുക. ഇതൊക്കെ വരച്ച് വെച്ച പോലെ. ഇപ്പം ഇദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ഇൻ്റർവ്യൂ കാര്യങ്ങളാട്ടോ. അതായത് ഈ അടി കിട്ടുന്നതും ആടിനെ കറക്കാൻ പോകുന്നതും എനിക്ക് തോന്നുന്നത് ആടുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ചില സിനിമകളിലുണ്ടല്ലോ കുറച്ച് ഓവറായിട്ട് കാണിക്കും. പക്ഷേ ഈ പടത്തിനകത്ത് ഈ ആടുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ ബന്ധങ്ങളൊക്കെ ഒട്ടും സ്പൂൺ ഫീഡിങ് ഇല്ല. 1-2 സീനുകളിലൂടെ കൃത്യമായിട്ട്, അതായത് ഈ പടം തുടങ്ങുമ്പോൾ ഒരു സീനുണ്ട്, ഈ പടത്തിന് ഇടവേള എന്ന് എഴുതി കാണിക്കുമ്പോൾ ഒരു സീനുണ്ട്. മാൻ, അതൊക്കെ ബ്രില്യൻസ് ആണ്, ഒരു രക്ഷയില്ല. ആടിൻ്റെ ഒപ്പം ഇദ്ദേഹം, അത് വേറെ ലെവൽ സാധനമായിരുന്നു അതൊക്കെ. ഞാനിപ്പോഴങ്ങനെ ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ ഈ ബ്ലെസ്സിയൊക്കെ ഇത്രയും വർഷം എടുത്തിട്ട് 16 വർഷം ഒരു സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫെക്ഷൻ ആ പടത്തിനകത്ത് കാണാനുണ്ട്. ഡെഫിനറ്റ്ലി ഈ വ്യക്തിയുടെ പെയിന് മൊത്തം അവർ അറിഞ്ഞ് കണ്ടിട്ടെടുത്ത ഒരു വർക്ക്. പിന്നെ ഇവൻ അടിക്കുന്നതെന്ന് പറയുന്നത് ഈ ആടിനെ പിടിക്കാൻ പറയും. ഈ മാർക്കറ്റിൽ കൊണ്ടുപോകാനായിട്ട് മറ്റേ ജ്യേഷ്ഠച്ചാർ വരും. ജ്യേഷ്ഠൻ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വരും. അപ്പം ഇപ്പം ഇവിടെ തന്നെ ഉണ്ട് എപ്പോഴും. ഇവൻ പോണില്ല. അഥവാ ഒരു ദിവസം എവിടെങ്കിലും പോകണമെങ്കിൽ മറ്റവനോട് വന്നിരിക്കും. ഏത് നേരത്തെ ജ്യേഷ്ഠൻ വന്നിരിക്കും. മറ്റവൻ അത് ഇക്ക പോയത് മറ്റേ പുള്ളി പോയല്ലോ അവിടെ. അത് പോയി. പിന്നെ ഒരു അറിവില്ല. അത് ഇല്ല. അങ്ങനെ പിന്നെ ആടിനെ പിടിക്കാൻ പറയും. ആടിനെ പിടിക്കാൻ പറയുമ്പോഴേ, കറുത്തേനെ പിടിക്കാൻ പറയുമ്പോൾ ഞാൻ വെളുത്തേനെ പിടിച്ചോണ്ട് വരും. അന്നേരം ഇവൻ അടിക്കും. ഏതാണ്ടൊക്കെ അറബിയിൽ അടിച്ച് പറഞ്ഞിട്ട് അടിക്കും. അങ്ങനെ അന്നേരം ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ പിന്നെ അസ്വദ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെളുത്തേനെ പിടിച്ചോണ്ട് വന്നു. അപ്പോൾ അന്നേരം അസ്വദ് വെളുത്തയല്ലല്ലോ എന്നങ്ങനെ മനസ്സിൽ തോന്നി. അപ്പോൾ അത് മനസ്സിലായി, അസ്വദ് എന്ന് പറയാൻ കറുത്തയാണ്. അങ്ങനെ പിന്നെ 2 ദിവസത്തെ തോന്നുന്നുണ്ട് അത് പഠിച്ച് ചോപ്പും എല്ലാം പഠിച്ച് പിന്നെ പറയുന്ന പോലെ കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് പോയി. എല്ലാം ഭയങ്കര ഇവന് അടിക്കുന്നുള്ള ഭയം കൊണ്ട് എല്ലാം പെട്ടെന്ന് പഠിച്ച് പഠിച്ചു. ഒരു മനുഷ്യൻ്റെ സർവൈവലാണ് ഇതൊക്കെ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടുപോയ വേറെ വഴിയില്ലല്ലേ. അടി ഇട്ടിക്കൊണ്ടിരിക്കുക, അന്തമില്ലാത്ത മരുഭൂമി, എവിടെ എങ്ങോട്ട് പോകണം എന്നറിയില്ല. അറബി എന്നല്ല, ലോകത്തിൽ ഏത് ഭാഷയാണെന്നുണ്ടെങ്കിലും പഠിച്ചു പോകും. പിന്നെ അമ്മാതിരി അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ നമ്മൾ അറിയാത്ത ജോലികൾ ചെയ്യാൻ തുടങ്ങും, കാലം മറക്കും, സ്വന്തം പേര് വരെ മറന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെന്ന് നിൽക്കും ഈ മനുഷ്യൻ. അതിന്നൊക്കെ സർവൈവായി വന്നത് തന്നെ ഭീകരം. എന്തായിരുന്നു കഴിക്കാൻ കിട്ടുന്നത്? ഇവൻ വരുമ്പോൾ ഇങ്ങനെ ഈ കുബൂസ് കൊണ്ടുവരുമല്ലോ, അത് അതിനകത്ത് വെച്ച് തന്നിട്ട് അത് ഉണങ്ങാറാകുമ്പോൾ എനിക്ക് തരും. കടുകൂടാന്ന് കടിച്ച് കഴിഞ്ഞു. വെള്ളവും കുടിക്കും, ഗോതമ്പും വാരി. വെള്ളം ആവശ്യത്തിനുണ്ടോ കുടിക്കാൻ? വെള്ളം കുറച്ച് വെള്ളം എന്നാലും കുടിക്കാനുള്ള വെള്ളം തരും. വെള്ളം കുടിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പോക്കാം. മറ്റേ വെള്ളം ഉപ്പല്ലേ കിടക്കുന്നത്, ആടിന് കൊടുക്കുന്ന ഉപ്പ് വെള്ളമല്ലേ. ഈ ആടിന് കൊടുക്കുന്ന വെള്ളം വരെ കുടിക്കേണ്ടതായിട്ട് വന്നു. വെള്ളം വരെ കുടിക്കേണ്ടതായിട്ട് വന്നു. ഇത്രയ്ക്ക് ഇതിനെയൊക്കെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ വായുന്നില്ല. നമ്മുടെ പണ്ട് കാളവണ്ടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ വായിന്ന് പതയടത്തില്ല, അതേപോലെയാണ് ചില സമയത്ത് ചൂടത്ത് വെള്ളം പോലും കയ്യിലില്ല. കൊണ്ടുവന്ന വെള്ളം തീർന്നിട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ ആകപ്പാടും വായിന്ന് പതയാടുന്ന പോലെ ആരും. ആ അവസ്ഥയൊക്കെ ഞാനിങ്ങനെ കിടന്നുകൊണ്ട് ആലോചിക്കാൻ ഇവിടെ കിടന്നുണ്ട്. ഇപ്പോഴും ആ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. നെറ്റി എഴുതിയേക്കും. അപ്പോൾ വൈഫ് എന്തായതെന്ന് പറഞ്ഞിട്ട് തട്ടി. ഇപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല. അത് അത്രയ്ക്ക് ഭയമായിപ്പോയെന്ന്. അപ്പം ഞാനന്ന് ഇവിടെ ഇതുപോലെ
അവിടെ കിടന്നുകൊണ്ട് എൻ്റെ സഭ്യത്തി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഞെട്ടി ഉണരും കിടന്ന് അവിടെ കിടന്ന്. അവിടെ ആ വൈഫിൻ്റെ പേര് വിളിച്ച് ഒരു മനുഷ്യൻ ഞെട്ടി നീക്കാതിരിക്കുമോ? അതായത് ഇനി ജീവിതത്തിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലെന്തോ ഉറപ്പായി. പിന്നെ ഇനി വേറെ വഴിയില്ലടി. അതുകൊണ്ട് മരണം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മുന്നിൽ അങ്ങേര് എടുത്തില്ല. അതൊരു വലിയ കാര്യം. അതിനെക്കുറിച്ച് മൂപ്പര് ചിന്തിച്ചില്ല. അതൊരു ഭയങ്കര ഹീറോയിസാണ്. ഒരു ഹോപ്പ് എവിടെയോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ ഹോപ്പ് തന്നെയാണ് കേട്ടോ. പ്രതീക്ഷ എന്ന് പറഞ്ഞ സംഗതി അതിഭീകരമാണ്. പ്രതീക്ഷ വേണം ലൈഫിൽ എല്ലാ കാര്യങ്ങൾക്കും. പ്രതീക്ഷ എന്ന് പറഞ്ഞ സാധനം വേണം. ഹോപ്പില്ലാതെ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകില്ല. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് ഞാൻ എൻ്റെ റിവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോട്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ ഞാനത് പറഞ്ഞപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. യൂസഫ് അലി അനുഭവിച്ചിട്ടുണ്ടോ, മറ്റേ ഇവർ അനുഭവിച്ചിട്ടുണ്ടോ. ഞാൻ ഒരു കേസ് പറയട്ടെ. എൻ്റെ നാട് മലപ്പുറമാണ്. ഞാൻ ഈ മലപ്പുറം വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോയി വേറെ ഒരു ദുബായിയോ അമേരിക്കയോ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി എന്ന് വിചാരിച്ചു. അതിൻ്റെ നാടല്ല. എനിക്ക് ആ നാടിന് ഇനി എത്ര ഞാൻ ആ നാട്ടിൽ സെറ്റിലായാലും, അവിടെ ഞാൻ എത്ര പൈസ ഉണ്ടാക്കി അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടുത്തെ ഒരു കോടീശ്വരനായാലും ഞാൻ ആ നാട്ടുകാരനല്ല. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ മണ്ണും എൻ്റെ നാടും ആ ഫീലിംഗ് കിട്ടൂടെ കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കിയാലും ഇതിനൊക്കെ ഇല്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയി ഇവരൊക്കെ ഇപ്പോൾ ഈ കോടീശ്വരന്മാരായതേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇവർക്ക് ഒരു സ്ട്രഗ്ലിങ് ഫേസ് കാണുമല്ലോ. ഇപ്പം എല്ലാവർക്കും ഈ എന്താ പറയുക, ആടിനെ മേയ്ക്കാൻ മരുഭൂമിയിലും എല്ലാവരും ഇങ്ങനെ ഈ ഒരു ലൈഫ്. ആട് ജീവിതം റെപ്രസെൻറ്റ്സ് ഒരു പ്രവാസിയുടെ ജീവിതം എന്ന് ഞാൻ പറയാൻ കാരണം എല്ലാ പ്രവാസികളും, ഒരു 99% പ്രവാസികളും, ഇപ്പം എനിക്കറിയില്ല കേട്ടോ എത്ര പേരുണ്ടെന്നുള്ളത്, പക്ഷെ പണ്ടൊക്കെ ഒരു 99% ആളുകളുടെ ലൈഫും ഇങ്ങനെയാണ്. കയറി ചെല്ലുമ്പോൾ ഒരു മായാലോകം പ്രതീക്ഷിച്ച് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഒരുമാതിരി ജയിൽ പോലത്തെ ജീവിതം. ഇപ്പം എല്ലാവരും മരുഭൂമി കിടന്ന് കുബൂസിനണമെന്നില്ല. ഫ്ലാറ്റിൽ അടച്ചിട്ട മുറിയിൽ ഏതെങ്കിലും ഒരു അറബി കൊണ്ടുപോയി വീട്ടുപണിക്ക് കൊണ്ടുപോയി അടിച്ചും കൂത്തിയും അവിടെ ഇട്ടു, ഭക്ഷണം മാത്രം കൊടുത്തു. അങ്ങനത്തെ എത്ര പേരുണ്ട്? അങ്ങനെ കുറേ ജീവിതങ്ങളുണ്ടാ, ഇഷ്ടംപോലെ ജീവിതങ്ങളുണ്ട് അങ്ങനെ. പിന്നെ ഞാൻ ചാടി പോകുമ്പോഴേ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ഇതിനെ ഇട്ടിട്ട് നമ്മൾ ഇത്രയും സ്നേഹിച്ചും പിന്നെ ഇതിനെ ഇട്ടിട്ട് പോകുമല്ലോ എന്നുള്ള ഒരു ഭയങ്കരമായ ഒരു വിഷമം അതിനും ഉണ്ടായിരുന്നു. പിന്നെ അതിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പിന്നെ പോകുമല്ലോ, അതിന് ആരിന് വെള്ളം കൊടുക്കും എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. ആ ചിന്തയും വന്നു. അപ്പോൾ എന്ത് നല്ല മനസ്സാണ് നിങ്ങളുടെ ജീവിക്കുക. അതെ, അതുകൊണ്ട് മാത്രമാണ്, ആ മനസ്സുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കാനുള്ളൊരു അവസരം കിട്ടും. ശരിക്കും അതാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ഒരു വേർഷനിൽ പറഞ്ഞുതരാം. ഞാൻ ഈ പറഞ്ഞ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മനുഷ്യന്മാരെക്കാൾ ഇഷ്ടം ഒരു പക്ഷേ എൻ്റെ ഡോഗ്സ്, ചുറ്റുപാടുള്ള മൃഗങ്ങൾ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചോദിക്കുന്നു ഈ കോഴീനെ തിന്നില്ലേ, മീൻ തിന്നില്ലേ, ദാറ്റ്സ് ഡിഫറെൻറ്റ്. ഓക്കെ, കഴിക്കേണ്ടത്. പിന്നെയെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ഫാം ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളുമാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ആ കൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വെറുതെ റോട്ടിൽ കൂടി പോകുന്ന വഴിക്ക് പട്ടീനെയും പൂച്ചനെയൊക്കെ വണ്ടി ഇടിപ്പിച്ച് പോകും, കല്ലെടുത്തെറിയുക, ഉപദ്രവിക്കുക. അതൊരു തരം കർമ്മ തിരിച്ചു വരും ലൈഫിൽ. ചിലപ്പോൾ അത് വരാൻ പോണത് എങ്ങനെയാണെന്ന് പറയാം, നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇടിച്ചു കുത്തി അറ്റ് കിടക്കും. ഈ മനുഷ്യൻ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ സ്ട്രഗിൾ അല്ലെങ്കിൽ ആ നരകത്തിൽ നിന്ന് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ മിണ്ടാപ്രാണികൾക്ക് വെച്ച് കൊടുത്ത വെള്ളവും അവരെ നോക്കിയതും അവർക്ക് ഭക്ഷണം കൊടുത്തതും വേറെ ഒന്നുമല്ല. ആ കർമ്മയാണ് ഈ വ്യക്തി തിരിച്ച് ലൈഫിൽ കൊണ്ടുവന്നത്. ആ മിണ്ടാപ്രാണികളെ ഈ മനുഷ്യൻ്റെ ലൈഫ് പോയി എന്നറിഞ്ഞിട്ടും ആ മിണ്ടാപ്രാണികളെ പോറ്റി. തിരിച്ച് പോരാൻ നേരത്തും അയാൾ പറയുന്നത് എന്താ, ഞാൻ അവർക്ക് വെള്ളം വെച്ചോ എന്നുള്ള സങ്കടമാണ് എനിക്ക്, അവർക്ക് ആരുണ്ടാവും എന്നുള്ള സങ്കടമാണ് എനിക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വിട്ട് ഞാൻ 2 ദിവസമൊക്കെ മാറിയിരിക്കുന്ന സമയത്ത് ഞാൻ സ്നേഹനോട് പറയാറുണ്ട്, എൻ്റെ പട്ടികളെ ഞാൻ നടത്തും. എനിക്ക് ഭയങ്കര ഉണ്ട്, എനിക്ക് അല്ലേ, എനിക്ക് ഭയങ്കര സീനാണത്. എനിക്ക് എൻ്റെ വീടിൻ്റെ മുന്നിൽ റോഡിൽ കുറേ ഡോഗ്സ് രാത്രി ഭക്ഷണത്തിന് വന്ന് നിൽക്കും. അൺഫോർച്ചുനേറ്റ്ലി നാട്ടിലെ കുറേ ഞാൻ എല്ലാവരെയും പറയുന്നില്ല കേട്ടോ, നാട്ടിലുകാർ ബാക്കിയുള്ളവർക്ക് കുറേ ആൾക്കാർ സപ്പോർട്ടാണ്, കുറച്ച് പേർക്കൊക്കെ ഒരു കണ്ണുകടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ നായ ഈ മതമൊക്കെ വെച്ചിട്ടാവും എന്തോ. പക്ഷെ മനുഷ്യജീവനല്ലേ, മനുഷ്യജീവനല്ലേ, ഓ സോറി, ജീവനല്ലേടി, ജീവനാണ്. അതൊക്കെ ഒരു ലൈക്ക് എന്താ പറയുക, നമ്മൾ മനുഷ്യൻ്റെ ജീവൻ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, അതൊക്കെ ജീവനാണ്. അപ്പോൾ പിന്നെ എന്താ ലൈക്ക് ഈ മനുഷ്യൻ നജീബ് എന്ന് പറഞ്ഞ മനുഷ്യൻ
ലൈഫിൽ രക്ഷപ്പെട്ട് ഇന്ന് ഇവിടെ ഇരുന്ന് ഇതൊരു സിനിമയായി നമ്മളൊക്കെ ഇത് കണ്ട് കൈയടിക്കുമ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അതാ മിണ്ടാപ്രാണികൾക്ക് അന്നം കൊടുത്തതിൻ്റെയും അവരെ നോക്കിയതിൻ്റെയും അതിന് കിട്ടിയ കൂലി കർമ്മയാണത്. എന്തല്ലേ ഓരോ ജീവിതങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. നമുക്കൊക്കെ കിട്ടുന്ന ജീവിതം എത്രത്തോളം അടിപൊളിയാണ് എന്നുള്ളത് ഇവരുടെയൊക്കെ ജീവിതകഥ കേൾക്കുമ്പോഴാണ് സത്യത്തിൽ ഇൻസ്പയർ ആവുകയല്ല ചെയ്യുന്നത്. ഇതിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷനാണ്. ഇത്രയും സ്ട്രഗിളൊന്നും ഒരു മനുഷ്യന് ഇവിടെ എത്തി. അപ്പം ഇതിൻ്റെ ഒരു പകുതി പോലും സ്ട്രഗിൾ ഇല്ലാത്ത നമ്മുടെ ലൈഫിൽ നമുക്ക് എവിടെ എത്താം. ഭയങ്കരം ഒരു രക്ഷയില്ല. ആൻഡ് ഹാറ്റ്സ് ഓഫ് ദ ടീമിന് അടിപൊളി. ഭയങ്കര വർക്ക്. പിന്നെ ഈ നജീബ് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, പലരും കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ട് ഇയാൾക്ക് ഇതിപ്പോൾ എന്ത് കിട്ടി, സിനിമാക്കാർക്ക് കോടികൾ കിട്ടി. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, അവർ നജീബ് എന്ന് പറഞ്ഞ മനുഷ്യനെ എവിടെ ഇട്ടിട്ട് പോകുന്നില്ല. ഓക്കെ, അതൊക്കെ എവിടെ കൊടുത്തോ ഇല്ലെന്നൊന്നും അവർക്ക് നമ്മളോട് പറയേണ്ട ആവശ്യവും ഇല്ല. ഈ വ്യക്തി ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, എനിക്ക് ഇനി എൻ്റെ നാട് വിട്ടോ വേറെ എവിടെയെങ്കിലും പോയി പണി ചെയ്യാനൊന്നും താല്പര്യമില്ല. എനിക്ക് ഇനി എൻ്റെ വീട്ടിൽ നിന്നാൽ മതി, എൻ്റെ ചുറ്റുപാടിൽ നിന്നാൽ മതി. അതിനുള്ളതൊക്കെ അദ്ദേഹത്തിന് അവർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ ചെയ്യാതിരിക്കുകയൊന്നുമില്ല. ഓക്കെ, എന്താണെങ്കിലും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അടുത്ത് തിയേറ്ററിൽ പോയിട്ട് കാണുക. ഇതേപോലെ ജീവിതത്തിൽ അനുഭവിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും അല്ലേ. ഭയങ്കരം.